കെ വിശ്വനാഥ് ചേരുന്നു, മാതൃഭൂമി അസിസ്റ്റന്റ് എഡിറ്റർ. നിരവധി രഞ്ജി ട്രോഫി മത്സരങ്ങൾ കേരളത്തിന്റെ കവർ ചെയ്തിട്ടുള്ള ആളാണ് വിശ്വ. ഇപ്പോ ഇതൊരു അതായത് വലിയ സന്തോഷം തോന്നില്ല. എത്രയോ കേരള രഞ്ജി ട്രോഫി മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളം ഒരിക്കൽ വയനാട്ടിൽ വെച്ച് സെമിയിലെത്തി, പക്ഷെ അന്ന് പരാജയപ്പെട്ടു. അന്ന് വിദർഭ നമ്മുടെ നാട്ടിൽ വന്ന് തോൽപ്പിച്ചുവെങ്കിൽ, സെമിയിൽ തോൽപ്പിച്ചുവെങ്കിൽ, നമ്മൾ ഇത്തവണ ഗുജറാത്തുകാരുടെ നാട്ടിൽ അവിടെ പോയി അഹമ്മദാബാദിൽ നമ്മൾ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നാം ഇന്നിംഗ്സ് നിർണായകമായ ലീഡ് നേടിയിരിക്കുന്നു. ഒരു സംശയമില്ല രാജീവ്, ഇതൊരു ചരിത്ര വിജയം തന്നെയാണ്. കാരണം കേരളത്തിന്റെ ഒരു 10-15 വർഷം മുമ്പ് വരെ കേരളത്തിന്റെ ക്രിക്കറ്റിലെ ഒരു പൊസിഷൻ എന്തായിരുന്നു എന്ന് കൂടി ആലോചിക്കുമ്പോൾ നമുക്കത് അവിശ്വസനീയമാണ്. കാരണം എന്താണെന്ന് വെച്ചാല് എല്ലാ സ്പോർട്സിലും നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും ഫുട്ബോളിലും വോളിബോളിലും അത്ലറ്റിക്സിലും എല്ലാം തന്നെ നമ്മൾ നാഷണൽ ചാമ്പ്യന്മാരാകുമ്പോഴും ക്രിക്കറ്റിൽ ഒരിക്കൽ പോലും നമുക്ക് അതിൻ്റെ ഒരു അയലത്ത് എത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ ഒരു മലയാളി പ്ലെയർ കേരള ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവമായി ആഘോഷിച്ചത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ്. അതായത് ടിനു യോഹന്നാനും ശ്രീശാന്തും സഞ്ജു ഒക്കെ വന്ന സമയത്ത്. അപ്പൊ നമ്മൾ ക്രിക്കറ്റ് നമുക്ക് അപ്രാപ്യമായ ഒരു കായിക മേഖലയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഈ രഞ്ജി ട്രോഫിയുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പിന്റെ മാത്രമല്ല, രഞ്ജി ട്രോഫിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും പ്രൊഫഷണലായി നടക്കുന്ന ഒരു ദേശീയ ചാമ്പ്യൻഷിപ്പാണ്. ഫുട്ബോളിനെയും വോളിബോളിനെയൊക്കെ അപേക്ഷിച്ച് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ക്രിക്കറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള ക്രിക്കറ്റിനെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രാജരീതികളിലേക്കുള്ള ഒരു വഴി തുറക്കലാണ് ഇത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. അതായത് ക്യാപ്റ്റൻ ആയാലും കോച്ചിന്റെ പ്രസൻസ്, നീക്കങ്ങൾ, അപ്പോൾ ഒരുപാട് നമുക്ക് നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാ പ്ലേയേഴ്സിലേക്കും അവരുടെ ടീം എഫേർട്ട്, അപ്പോൾ ആത്മവിശ്വാസം തുടക്കത്തിൽ അതൊക്കെ എത്രത്തോളം നിർണായകമായിട്ടുണ്ട് ഈ ഒരു വേറെ രീതിയിലാണ് കാണുന്നത്. നമ്മൾ കുറച്ചു കാലം മുമ്പ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആരംഭിച്ച ഒരു ശ്രമങ്ങളുടെ ഒരു പരിസമാപ്തിയാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാരണം കുറച്ചുകൂടി പ്രൊഫഷണലിസം ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കേരളത്തിന്റെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, പുറത്തു നിന്നുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരിക, പുറത്തുനിന്നുള്ള പരിശീലകരെ കൊണ്ടുവരിക. നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ശ്രീലങ്ക വേൾഡ് ചാമ്പ്യൻസ് ആയപ്പോഴുള്ള അവരുടെ ഒരു വേൾഡ് ചാമ്പ്യൻ ടീമിന്റെ കോച്ചിനെ വരെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കേരള ടീമിന്റെ പരിശീലകനാക്കിയിട്ടുണ്ട്. പിന്നെ റോബിൻ ഉത്തപ്പയെ പോലുള്ള അല്ലെങ്കിൽ ജലൽ സക്സേനയെ പോലെയുള്ള പ്ലെയേഴ്സിനെ പുറത്തുനിന്ന് ഹയർ ചെയ്ത് കൊണ്ടുവന്ന് അവരെ കൊണ്ടല്ല നമ്മൾ മുന്നോട്ട് പോയത്. പക്ഷെ സത്യത്തില് അവരുടെ ഒരു സാന്നിധ്യം മലയാളി താരങ്ങൾക്ക് പ്രചോദനമാകണമെന്നും അല്ലെങ്കിൽ അവരുടെ ഒരു പരിചയ സമ്പത്ത്. ഇപ്പൊ ജലൽ സക്സേന എന്നൊരു പ്ലെയറെ പുറത്തുനിന്ന് പിക്ക് ചെയ്തെടുക്കുന്നത് ഭയങ്കര വളരെ വൈസായുള്ള തീരുമാനമാണ്. കാരണം അവരുടെ ഒരു സ്റ്റേറ്റ് ടീമിൽ സ്വാഭാവികമായിട്ടും സ്ഥാനം കിട്ടാൻ ഇടയില്ലാത്ത ഒരാൾ, പക്ഷെ എന്നാൽ ഇയാൾക്ക് ആഭ്യന്തര മത്സരങ്ങളിൽ തുടരെ വിക്കറ്റ് എടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ 3-4 സീസണായിട്ട് ജലൽ സക്സേന കേരള ക്രിക്കറ്റിന് നൽകിയ സംഭാവന വളരെ വലുതാണ്. അപ്പൊ ഒരു പ്രൊഫഷണൽ പ്ലെയറെ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ ഏറ്റവും മികച്ച ഒരാൾ, ഏറ്റവും യൂട്ടിലിറ്റി ഉള്ള ഒരു പ്ലെയറെ കൊണ്ടുവരാൻ കഴിയും. ഈ തീരുമാനങ്ങളെല്ലാം തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. സ്വാഭാവികമായും അവർ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല കോച്ചിന്റെ അല്ലെങ്കിൽ സച്ചിൻ ബേബി എടുത്തു പറയണം. സച്ചിൻ ബേബി കുറെ കാലമായിട്ട് നാഷണൽ സർക്യൂട്ടിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തെല്ലാം പ്രതിസന്ധികളും അല്ലെങ്കിൽ ആരോപണങ്ങളും ഉണ്ടാവുന്ന സമയത്ത് അയാൾ കൂടുതൽ അയാളുടെ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലും പ്ലെയർ എന്നുള്ള രീതിയിലും മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അയാളുടെ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അനന്തപത്മനാഭനെയോ അല്ലെങ്കിൽ ഒക്കെ പോലെയുള്ള ഇവരെയൊക്കെ പോലെയുള്ള ഒരു വലിയ ലെജൻഡറി പ്ലെയർ ആയിട്ട് അല്ലെങ്കിൽ ലെജൻഡറി താരമായിട്ട് നമ്മൾ ഇയാളെ കാണേണ്ടി വരും, സച്ചിൻ ബേബിയൊക്കെ. അപ്പൊ അതുപോലുള്ള കുറെ പേരുടെ സംഭാവനകൾ, ഇപ്പൊ സഞ്ജു, ശ്രീശാന്ത് തുടങ്ങി നാഷണൽ ടീമിൽ കളിച്ച ആളുകളുണ്ട്, ബസിൽ തമ്പി, അവരൊന്നും ഇല്ലാത്തൊരു ടീമാണ്. ശ്രീശാന്ത് റിട്ടയർ ആയി കഴിഞ്ഞു, സഞ്ജു പരിക്കിന്റെ പിടിയിലാണ്, ബസിൽ തമ്പി ഇല്ല. ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു ടീമിനെ കൊണ്ട് നമുക്കിത് കഴിയുമെങ്കിൽ ഇത് വലിയൊരു അത്ഭുതമാണ്. മാത്രമല്ല ഓരോ ക്വാർട്ടർ മത്സരത്തിലും സെമി ഫൈനൽ മത്സരത്തിലും നമ്മുടെ പ്ലെയേഴ്സ് കാണിച്ച ഒരു പോരാട്ട വീര്യം ഒന്ന് നോക്കുക. ക്വാർട്ടറിൽ നമ്മൾ 1 റൺസിന്, വളരെയധികം